ഭാഗ്യം ഒരു കുഴപ്പമില്ല. അമ്മ വന്നില്ലേ? നടക്കണ ബാഹുബലി. ഞാനേ ഡഗ്ലസിന് നോക്കി പോയാണ്. കള്ളന്മാര് വരുമെന്ന് പേടിച്ച് ചുമ്മാ ഇങ്ങനെ ഉലാത്തയാണ്. പാവോ, ഒരു കാര്യം ചെയ്യാം, പേടിപ്പിക്കാം. ഈ ഇടയ്ക്ക് ഭയങ്കര ധൈര്യം അഹങ്കാരം ഉണ്ടല്ലടാ. രസമല്ലേ? ശരിയാവൂല. എന്ത് മതിലിയാടാ ഇവർക്ക് ഒരു പണിയില്ലടാ. അങ്ങായിരുന്നു. പപ്പാ വല്ലം പറ്റിയ ഇല്ലടാ. എന്തായാലും കഥവും കൂടി അങ്ങ് പൂട്ടിയേക്കാം. രണ്ട് സ്റ്റിക്കർക്ക് രണ്ട് അപ്പോൾ താനെ भैया ऐसा नहीं बोला मुझे दो स्टिकर को एक बोला, एक स्टिकर को दो बोला ना. अभी 2 स्टिकर है तो मैं देख रखा ना. मुझे क्या मालूम तुम कितना बोलते सेट सेट तुम क्या बोलता है हमको क्या नहीं मालूम. அப்படியல்ல, இங்க பாரு ஒரு ஸ்டிக்கர் போடுறதுக்கு ஒன்று, രണ്ട് स्टिकर രണ്ട് स्टिकर போடுறதுக்கு ரெண்டு. அப்படி ऐसा नहीं बोला, हमको नहीं मालूम. ऐसा तुम बोला नहीं. तुम 2 स्टिकर की एक बोला, एक स्टिकर को 2 बोलता है, 3 स्टिकर को 2 बोलता है. तुम क्यों बोलता है ऐसा? என்னடா உங்ககிட்ட நான் சொல்றேன், உன்னையக்க வேலை கெடுத்து ஏன் காரணமே போடுறீங்க? भैया मुझे क्या मालूम भैया. 2 स्टिकर पे एक बोला, एक स्टिकर पे 2 बोला. அப்படி இல்லடே, कुछ नहीं मालूम भैया. ஒரு ஸ்டிக்கர் ஒன்னு போடுறது அப்படித்தானே நான் சொன்னது. உன்னைக்கு எப்ப ஏது கலிகாலம் பிடிச்ச சமயத்தான உன்னைக்கு நான் டோலியில வெச்சது. சார், ஐயோ சார், ஒண்ணுமே இல்ல சார். அவங்க வெடிவெக்காங்க சார். ஐயோ சார், ஒண்ணுமே இல்ல சார், வெடிவெக்காங்க சார். நான் சொல்றது கேக்கு சார். அயோக்கிய நாய சார், எதுக்கா இங்க வந்த? நான் இவங்க கிட்ட சொல்றதுக்கு தான் வந்தது சார். இங்க ஸ்டிக்கர் போடுறதுக்கு வந்தது. என்ன ஸ்டிக்கர்? சார் இந்த சார் ஒரு நீ கொள்ளடிக்காக இங்க வந்தீங்க? இல்ல சார், கொள்ளையடிக்க மாட்டேன் சார். நான் கொள்ளையடிக்க சார். ஒரு ஸ்டிக்கர் போடுறதுக்கு இவங்க கிட்ட சொல்லியாச்சு சார். ஒரு ஸ்டிக்கருக்கு ஒன்னு. நீ எதுக்காக இங்க வந்த? ஒண்ணுமே இல்ல சார். இந்த இவர் ஏன் ஸ்டாஃப் தான் சார். இவங்க சும்மா ஸ்டிக்கர் போட்டுருக்கா இங்க வந்தியா? சார் ஸ்டிக்கர் போடுறதுக்கு வந்த சார். நான் இவன் என் ஸ்டாஃப் சார். இவங்க கிட்ட பறஞ்சிட்டு இவங்க புரியவே இல்ல சார். இவன் வந்து பாய் சார், ஹிந்தி தெரியாத ஒரு ஸ்டிக்கர். போய் சொல்லாத. நீங்க வந்து மொத்தமா கொள்ளையடிச்சு கொள்ளையடிக்கிறது हिंदी 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 नहीं है. मेरी मैं अच्छी तरह हिंदी बोलता है. खूम है मोटे मोटे अंजर पंजर चौड़ी सीट लगाई बंद सेकंड जिनपे.
ആടാടാ നീ ഉള്ള പ്ലാവിലൊക്കെ ചവച്ചിന് എവിടെ ആയിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുതലാളി. രാവിലെ മൊത്തം തൊണ്ട പൊട്ടി അലറി വിളിച്ച് സാറിനെ കാണാനില്ലായിരുന്നു. എവിടെ പോയിരുന്നു? അല്ല മുതലാളി എന്തിനു വിളിച്ചേ? അയ്യോ, ഞാൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടി വിളിച്ചത്. പിന്നെ ഞാൻ തന്നെ പോയി പച്ചക്കറിയും മീനൊക്കെ വാങ്ങിട്ട് വന്ന്. ഇനി അവിടെ പോയി എല്ലാം പാചകം ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും കഴിക്കാൻ എത്തണം. അല്ല എവിടെ പോയിരുന്നു? അല്ല അപ്പൊ മുതലാളി ഒന്നും അറിഞ്ഞില്ലേ? ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഇന്ന് ലീവാണ്. ലീവാ? ആ ആര് സാങ്ഷനാക്കി? ജോലിമാ. ആണോ? എന്ത് ലീവിന്റെ കാര്യം? അത് പേഴ്സണൽ കാര്യമാണ്. മൂന്നാണ്ട് അറിയാം എന്താ വൃത്തിയുടെ കാര്യമുണ്ട്? അയ്യോ വൃത്തിയോടല്ല, നല്ല പരിശുദ്ധമായ കാര്യമാണ്. ആണല്ലേ? ലീവ് ഒരു കാര്യം ചെയ്യ്, ആ കാറ് കൈ വിടറാ. മുതലാളി ഞാൻ ലീവല്ലേ, ലീവിന് അങ്ങനെ ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. അതും ക്യാഷ് ലീവാണ്. ക്യാഷ് ലീവ്? ലീവ് ക്യാഷ് ലീവ്? ഇതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥോടെ അല്ല കീണി. ഞാൻ പോട്ടാ, എനിക്ക് ഒരുപാട് പണിയുണ്ട്. എനിക്ക് ഇതുപോലെ കളിച്ചു കിടന്നാൽ പറ്റൂല കേട്ടാ. മുതലാളിക്ക് വല്ലപ്പോഴൊക്കെ ലീവ് എടുക്കാം. ഞാൻ ഒരു ദിവസം ലീവ് എടുക്കും. അപ്പൊ നീ ഓരോ അറിയും കേട്ടാ. അറിയാനേ ഉണ്ടാവൂല. വണ്ടി കഴിവറാ. എന്റെ കൈ ഞൊട്ട എവിടെയും കാല് കളം മറിക്കണടാ. സോറി 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 വേറൊരു ചെറിയ ഡിസ്റ്റൻസ്. ജൂലിയേ, ജൂലി, എന്താ ഫ്രെഡി? നീ ഡഗ്ലസിന് ലീവ് കൊടുത്താ? പാവം ഫ്രെഡി, എത്ര കാലമായിട്ട് ഇവിടെ ഒറ്റക്കിറന്ന് ഇങ്ങനെ ജോലി ചെയ്യാ. ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പൊ എനിക്കൊരു ലീവ് വരുമെന്ന് വെച്ചു. ലീവ് എന്ന് പറഞ്ഞാ ലീവ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലീവ് കൊടുത്തു. അതും ക്യാഷ് ലീവ് കൊടുത്തു. ക്യാഷ് ലീവ്? ശരി. എന്തേ? അല്ല, ഒരു ഫോണും കുത്തി കളിച്ചോണ്ടേ അവിടെ ഇരിപ്പുണ്ട്. എന്തോ ചുറ്റിക്കളില്ലേ എന്നൊരു സംശയം. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളിയില്ല. വെറുതെ അവന്റെ മുഖത്ത് കയറാൻ നിക്കല്ലേട്ടാ. എപ്പോഴും ഉള്ളതാ. അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അർത്ഥ സഹോദരനെ പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പിന്നെ ഫ്രെഡി രക്ഷിക്കണേ നമ്മൾ വരരുത്. അവൻ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം. ഫ്രെഡിക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം. അത് മതി, എനിക്ക് വേറൊന്നും പറയില്ല. അതെ, എനിക്ക് പുരുഷ സ്വയം സഹായ സംഘത്തിനോട്. പുരുഷ സ്വയം സഹായം, പുരുഷ സ്വയം സഹായ സംഘം. അതിയല്ല, മനസ്സിലായല്ല? അവിടെ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. അവിടെ നല്ല നല്ല ആൾക്കാരൊക്കെ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. പിന്നെ മീറ്റിങ്ങിന് പോകുന്നോളാം. കുടിച്ച് പൂസായി ബോധം കിട്ടി കൊണ്ട് വന്നേക്കരുത്. എന്ത് ഫ്രെഡി ബോധത്തോടെ വരും. എന്നാ പോയിക്കോ. എന്നാലും അവനെന്തോ ചുറ്റിക്കളി ഉണ്ട്. അവൻ ചുറ്റിക്കളാണെങ്കിൽ അവനങ്ങ് സഹിച്ചോളും. എന്റെ മുഖമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇളിഞ്ഞ മുഖവും ചിരിയൊക്കെ കാണാൻ. ആണോ? ഫോണിൽ നോക്കിക്കൊണ്ടാ? പാവം. ആ തറയെ മൊത്തം അവൻ കാലുകൊണ്ട് കുത്തി കഴിച്ചവിടെ. മണ്ണ് മാന്തുമ്പോ അവനെന്താ ലീവ് കൊടു, ക്യാഷ് ലീവും കൂടെ, സിക്ക് ലീവ് എല്ലാം കൊടു. ലീവ് കൊടുത്തതിന് മണ്ണ് താഴെ കുത്തി കൊടുക്കണ എന്തിനു? എന്തെങ്കിലും ജോജോ മോനെ, അങ്കിളാണേ. അങ്കിളിവിടെ കാർ പോർച്ചിലുണ്ട്. ഒന്നിങ്ങ് വരാവോ? ഓക്കെ. ഇളക്കി എടുക്കുവാ? എന്ത് വോയിസ് നോട്ടൊക്കെ വിടാൻ പഠിച്ചല്ല? അത് പിന്നെ നിങ്ങളല്ലേ എല്ലാം പഠിപ്പിച്ചത്. ഇപ്പൊ എന്തിനു വിളിച്ചെന്തിന്? അത് ജോജോമോനെ, ജോജോമോ എന്നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നല്ല. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കാൻ. അപ്പൊ എനിക്കറിയാന്നുള്ളതിലൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ കണ്ണി കണ്ട എല്ലാ പെമ്പിള്ളേർക്കും വരും. പയ്യെ പയ്യെ കുളിക്കല്ലേ. ഹലോ, പറയടാ. ഇത് സുഖല്ലേ? അതെ അതെ, ഞാനും ഒരു ബ്രാൻഡിന്റെ മോളിലപ്പോ അതിന്റെ ഫോട്ടോഷൂട്ട് നാളെ ചെയ്യുന്നുണ്ട്. എടാ ഇന്റർനാഷണൽ ബ്രാൻഡടാ. പിന്നെ
നാളെ മൊത്തം ക്രൂ തന്നെ ഉണ്ട്, ഒരു 10-20 പേരുണ്ട് ഒരു ഫോട്ടോഷൂട്ടിന് മാത്രമായിട്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ അവരുടെ തന്നെ. ഞാന് കുറച്ച് ബിസി, എനിക്ക് കുറച്ച് എന്നെ പുച്ഛിച്ച കുറച്ച് തെണ്ടികളുണ്ട്, അവന്മാരൊന്ന് വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട്. ശരിയടാ, കാണാം. ഞാൻ ഫ്രീ ആകുമ്പോ കാണാം. എപ്പോഴാ ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. കാണാം. കുറച്ച് ഓക്കെ ശരി എന്നാ. ശരി, ഓക്കെടാ. വിളിക്കാമോ? ജോജോ പിന്നെ ഇപ്പം നമ്മുടെ ഈ ഫണ്ടൊക്കെ എന്ന് വരും? ജോജോ ഫണ്ട് അത് വരും, അത് വന്നിട്ടേ ഇരിക്കുമല്ലോ. ഇന്നിപ്പോ 1 lakh, നാളെ 2 lakh, പിന്നെ 3 lakh 4 lakh. അന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. മമ്മന്റെ പണി ചെയ്താൽ മതി. അല്ല ജോജോ, എന്തായാലും ഫസ്റ്റ് ഇപ്പൊ 1 lakh കിട്ടുവാണല്ലോ, പിന്നെ വഴി വരും. എന്നാലും ഇപ്പൊ കിട്ടുമ്പോളേ ജോജോ എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെറിയ ആവശ്യങ്ങൾ, അതൊക്കെ ഒന്ന് നടത്തി തന്നായിരുന്നെങ്കിൽ. എന്താണ്? ഒരു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അത് നടത്തി തന്നായിരുന്നെങ്കിൽ. അല്ല ജോജി ഒന്നും പറഞ്ഞില്ല. ആവശ്യങ്ങള് എന്നെ കാണുന്ന പോലെ കണ്ടറിഞ്ഞ് പെരുമാറിക്കഴിഞ്ഞാ നമുക്ക് നോക്കാം. അതത്രേ പിന്നെ അത്രേ ആയിരിക്കാൻ പാടുള്ളൂ. ഞാനുമല്ല കേട്ടാ. പയ്യെ മൊബൈല് ജോജോ, ജാനിക്ക് ജോജോ അടുത്തൊരു കാര്യം പറയണമെന്ന്. ജാനിക്ക് ജോജോ അടുത്തൊരു കാര്യം പറയണമെന്ന്. എനിക്കൊന്നും കേക്കണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ, ജാനി പറഞ്ഞോട്ടെ, പാവല്ലേ. ജോജോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കേക്കോ? ഇവിടെ ഒരാള് അമർത്തുണ്ട്. അതെന്റെ ജോലിയാണ്. പറ. കഴിഞ്ഞ ദിവസേ നീ എന്നെ ഫേസ് പാക്ക് എടുത്തപ്പം ഞാൻ കുറച്ച് മോശമായിട്ട് പെരുമാറിയോന്നൊരു സംശയം. നീ കുറച്ച് മോശമായിട്ടല്ല, ഭയങ്കര മോശമായിട്ട് പെരുമാറിയ. ശരിയാണ്, അതെനിക്ക് കുറ്റബോധമുണ്ട്. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കേ പ്ലീസ്. പറ്റിപ്പോയോ, ക്ഷമിക്കേ. അതൊന്നും നീ മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ അല്ലേ? മറന്നിട്ടില്ല, ഞാൻ ഒരിക്കലും മറക്കാനും പോണില്ല. ഞാൻ ഓരോ പ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് ഓഡിഷൻ പോകുമ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ചത് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഒരിക്കലും മറക്കില്ല. ജോജോ അത് മോട്ടിവേറ്റ് ചെയ്താണ് അല്ലേ? ഞങ്ങൾക്ക് അറിയായിരുന്നു നീ ഏതെങ്കിലും ഒരു കാലത്ത് നന്നാവുമെന്ന്. തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് എപ്പോഴെങ്കിലും നന്നാവുമ്പോ ലോകത്തുള്ള സകല തെണ്ടികൾ പറയണ സെയിം ഡയലോഗ് അത്. എനിക്ക് കേട്ടോ ജോ ജോജോ പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ ജോജോ പോണില്ല. ജോജോ സോറി, പ്ലീസ് ഗോ. ഒന്ന് പോവോന്ന്. നാളത്തെ ഫോട്ടോ ഷൂട്ടിന്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് പോയി തരാമോ? ഒന്ന് പോവോ? വലിച്ചുവിടാം. കഫമുണ്ട്, ജസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട്. ഞാൻ ടാബ്ലറ്റ് എഴുതാം. 3 നേരം കഴിക്കണം. ചിലപ്പോൾ ആദ്യം കഴിക്കുമ്പോൾ വയറ്റിൽ നിന്ന് പോകും. സാറാക്കണ്ട. ഓക്കെ? ഇവിടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, കുറച്ച് ഇളവ് കിട്ടും. പറഞ്ഞു കേട്ടല്ലോ, ആവശ്യമില്ല വെള്ളമൊന്നും അടിക്കരുത്. പലപ്പോഴേക്കാ വരണം. ശരി, പോട്ടെ. ആ
ഇതിരിക്കട്ടെ. ആരോഗ്യമൊക്കെ നോക്കണം കേട്ടാ. ശരി ഏട്ടാ, ശരി. ശരിടാ, പണിയുണ്ട് വേറെ. അല്ല മലയാളി, എന്ത് എന്റെ കമ്മീഷൻ കമ്മീഷൻ ഏത്? 100ക്ക് 10 എന്ന് പറഞ്ഞു. 100ക്ക് 10, 200ക്ക് 10, 200 വാങ്ങിച്ചത്. 100 വാങ്ങിക്കുമ്പോൾ ഞാൻ തരും. ഫ്രെഡി, ഫ്രെഡി, ഫ്രെഡി. ഇത് ജോജോയ്ക്ക് പനി. ഏ ജോജോയ്ക്ക് പനിന്ന്. പനിയാ? ആ. എപ്പോ തുടങ്ങി? അത് കുറെ നേരമായി തുടങ്ങിയിട്ട്. ചുമയുണ്ടോ? ഇല്ല. ഇല്ല. ശ്വാസം മുട്ടലുണ്ടോ? ഇല്ല. നന്നായിട്ട് വെയിറ്റ് ചെയ്ത് പോകണ്ടോ? ഉണ്ട് പപ്പാ. വരൂ, ഇരിക്കൂ, നോക്കട്ടെ. വേണ്ട, നോക്കണ്ട. നോക്കണ്ടാന്നേ. എന്റെ കുട്ടികളെ പരീക്ഷണ വസ്തു വെക്കാൻ പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാന്ന്. വീട്ടിലൊരു ഡോക്ടറുള്ളപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ജോലി ഇൻസൾട്ട് ചെയ്യരുത്. ഹോസ്പിറ്റലിൽ നിന്റെ മമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല, പക്ഷെ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പൊ വന്നിരിക്കും, നോക്കട്ടെ. പപ്പ നോക്കട്ടെ. വിശ്വാസം ഉണ്ടോ? ഇല്ല. അതന്നെ, ബാ തുറക്ക്. വേറെ പിന്നെ അറിയടാ, എന്റെ വരെ നീയൊക്കെ പിന്നെ അറിയും. പപ്പാ ഞാനേ പുറത്തു വിട്ട് വരാവേ. പുറത്ത് വിടെ? അല്ല, ജെന്നെ ട്യൂഷൻ കഴിഞ്ഞ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ അവിടെ വിളിച്ചിട്ട് വരാം. ഓക്കെ. എന്താ എന്താ മൂത്തൊരു വിളർച്ച? അയ്യോ, ഒരു വളർച്ചയില്ല. വന്നേ വന്നേ വേണ്ട, വന്നേ. വെയിറ്റ് ചെയ്യാണ്. അല്ല വന്നേ, ഇവിടെ ഇരിക്കേ. എന്താ? എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. വേണ്ട, പോയിട്ട് വരാം. പോയിട്ട് വരാം. ഒരു ഒറ്റ പിടിയില്ലല്ലോ. ഹലോ, ഡോക്ടർ ഫ്രെഡി ഹിയർ. ആ, എന്റെ മധു, എനിക്കിപ്പം വരാൻ പറ്റില്ല. ഞാൻ എക്സ്റേ നോക്കിക്കൊണ്ടിരിക്കുക. ആ, നീ ഇങ്ങോട്ട് പോരെ. ആ, ഓക്കെ ഓക്കെ, ശരി. മധു, എന്തോന്ന് മധു? എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞു? ഒന്നും ടൈമില്ല. എന്തിനാണ്? എന്താണ്? എടാ ഫ്രെഡി, നീ എന്നറിയ ഡോക്ടറായത്? സർട്ടിഫിക്കറ്റ് കിട്ടിയ അന്ന് മുതൽ. സർട്ടിഫിക്കറ്റാ? ആ, എന്ത് സർട്ടിഫിക്കറ്റ്? ഇവിടെ ഓൺലൈൻ വഴി ഞാൻ പഠിച്ചാണെന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ ഡോക്ടറായി. ഓൺലൈൻ വഴിയൊക്കെ ഡോക്ടർ ആവോ? പിന്നെ സർട്ടിഫിക്കറ്റ് വെറുതെ സർട്ടിഫിക്കറ്റ് തരും അവരെ. അല്ല, ഇത് എത്ര ദിവസം കൊണ്ട്? 7 days. 7 days. 7 ദിവസം കൊണ്ട്? 7 ദിവസം കൊണ്ട്. അല്ല, ഇത് ഏത് യൂണിവേഴ്സിറ്റിയാ? ബറാബാസ് യൂണിവേഴ്സിറ്റി. എന്തുട്ട്? ബറാബാസ് യൂണിവേഴ്സിറ്റി. എടാ, ഇന്ത്യയിൽ അങ്ങനെ വല്ല യൂണിവേഴ്സിറ്റി? ഇന്ത്യയിൽ ഇത് വേൾഡ് വൈഡ് ആണ്. ഇത് ഓൺലൈനാണ്, വേൾഡ് വൈഡാണ്. ആ കാര്യം മനസ്സിലാക്ക് ആദ്യം. അതൊക്കെ ഇരിക്കട്ടെ. നീ ഇന്ന് ആരെങ്കിലും ചികിത്സിച്ചോ? മിസ്റ്റർ സദാശിവൻ. ആ സദാശിവൻ ഇപ്പൊ എവിടെയെന്നറിയാം? എവിടെ? പുള്ളി വീട്ടിൽ കാണും. അസുഖമൊക്കെ ഭേദമായിട്ട് ചൂട് കഞ്ഞിയും കുടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. എടാ സദാശിവനെ, നീ എഴുതി കൊടുത്ത മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ച് അവിടെ തന്നെ ബോധം കെട്ട് വീണ് നാട്ടുകാരൊക്കെ പാട്ടെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് യാതൊരുവിധ വഴിയില്ല. ഞാൻ കൊടുത്ത ടാബ്ലറ്റ് അല്ല മാറിക്കൊടുത്തത്. ഞാൻ ഓരോ ദിവസം 1.5 മണിക്കൂർ ടാബ്ലറ്റിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നു. ടാബ്ലറ്റ് മാത്രമല്ല, ക്യാപ്സൂള്, സിറപ്സ് എല്ലാം ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓ, നീ ഒന്ന് വെള്ളത്തിന്റെ ആവശ്യമുണ്ടാ? അയ്യോ, നീ വെള്ളം വേണോ? വേണ്ടല്ല, പോട്ടാ. ഇപ്പം വേദനയ്ക്കുള്ള ഗുളികയാണ് കഴിച്ചത്. പെട്ടെന്ന് ഉറങ്ങിക്കോളും. ഉറങ്ങി എണീക്കുമ്പോൾ ജൂലിയമ്മ വരും. അപ്പം എന്തു പറയും? മുതലാളി എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കക്കൂസ് കൊണ്ടാക്കി, പിന്നെ കഞ്ഞി തന്ന്, ഫ്രൂട്ട്സൊക്കെ തന്ന്, ഗുളികയും തന്ന് പറഞ്ഞു കേട്ടാ. അങ്ങനെ തന്നെ പറയണം. ഇതിലൊന്നും എടുത്ത് കഴിച്ചോ, കഴിക്കാൻ പറ്റില്ലല്ലോ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നല്ല സ്വപ്നങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ. പോട്ടാ.
ആ ജൂലി, കേക്ക് വർഷമൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞില്ലേ? അവിടെ എന്തോ പിന്നെ ഇവിടെ വരല്ലേ പെട്ടെന്ന്? ആ ഞാൻ നന്നായിട്ട് നോക്കി തന്നെ. ഓ അവനടുത്ത് പൊക്കി കൈ കഴിച്ചിട്ട് ഇപ്പൊ വരുന്നില്ലേ? ചീത്ത വിളിക്കുന്നതിന് പിന്നെ അവളെ വായിരിക്കണ കേട്ട് ഓ പഠിപ്പിച്ചത് പറഞ്ഞു അടിച്ച് തളർന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അങ്കിൾ? എങ്ങനെയുണ്ടോ പായി? അവന് സുഖമല്ലേ? ഇവിടെ നിർത്തി ഇവിടെ ഇരുത്തി, ഇവിടെ നിർത്തി അവിടെ ഇരുത്തി. അതാ മുടിഞ്ഞ വെയിറ്റ് അല്ലേടാ. അല്ല ഈ കൈയും കാലും കഴുത്തൊക്കെ കുടിഞ്ഞ് അങ്കിളിന് എങ്ങനെ സുഖം വരും? കൈയും കാലും കഴുത്തൊടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലി ഒന്നും ചെയ്യണ്ടല്ലോ, ഇവിടെ തിരുന്നാ പോരെ. അപ്പൊ ഒരുപാട് ഫ്രൂട്ട്സ് കൊടുത്ത് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയും കാണാം ചെല്ലു 1.5 മണിക്കൂറിന് പപ്പ മെലിഞ്ഞു. എന്നൊരു കാര്യം ചെയ്, പപ്പ കുറച്ചു റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ നോക്കിക്കോളാം അങ്കിളിനെ. ഉറങ്ങിയോ? ഇപ്പൊ പറയും കാണാം മരുന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്കും ഞങ്ങൾ നോക്കിക്കോളാം. അല്ല ജന്ന, ഈ ഉറങ്ങിയാളെ നമ്മളെന്ത് നോക്കാൻ? എങ്ങനെയെങ്കിലും നോക്കാം, വാ. കൈ വയ്യ, കാല് വയ്യ, തടു വയ്യ, പിടിച്ചു. ആ ജൂലി ഇപ്പൊ കഴിഞ്ഞാ? ഓ മതി, കഴിഞ്ഞിട്ട് വന്നാ മതി. വേറെ പണിയില്ലേ? വിളിക്കാൻ ചീത്തോളിയൊക്കെ വിളിക്കാൻ ചീത്തോട്ടോ. ഒരു ഉഗ്രൻ സീൻ കളിച്ചാ വേം വാ. കാണിച്ചു തരാം, ചെല്ലാം കൂട്ടി. സുഖിച്ച് കിടന്ന് ഉറങ്ങണം നോക്കി. ആ കൈക്ക് ഒരു കുഴപ്പമില്ല. കാക്കുടൊക്കെ കൈ വെച്ച് കിടന്ന് ഉറങ്ങണം. അയ്യ ചിലപ്പോഴേ ഉറക്കത്തില് കൈ എങ്ങനെ അറിയാതെ തെന്നി മാറിയതായിരിക്കും. എന്നാൽ ഇങ്ങനെയൊക്കെ വെക്കുമ്പോ കൈ വേദന എടുക്കും. പപ്പ എന്താ അങ്കിൾ കൊടുത്തെന്ന്? അങ്കിൾ എന്താ കൊടുത്ത? അത് ടാബ്ലറ്റ് കൊടുത്ത ചെറിയ മയക്കേ കാണുള്ളൂ. ഇങ്ങനെ കാണിച്ചു നോക്കിയേ.